നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16. അങ്ങനെ ഈ കലണ്ടർ മാസത്തിലെ നിഫ്റ്റിയുടെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി ആണിന്ന്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാബർ ഗാലിബാബുമായിട്ട് ഇറാൻ US പീസ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക്കലി ഒപ്പുവെച്ചതായിട്ടാണ് US ഭരണകൂടത്തിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ വെളിപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനങ്ങളോ വെളിപ്പെടുത്തലുകളോ ഒന്നും തന്നെ വന്നതുമില്ല. ആകെ ഈ വെള്ളിയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെ സ്വിറ്റ്സർലാൻഡിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇറാൻ US സമാധാന നടപടികൾക്ക് തീരുമാനമാക്കുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഹോർമൂസ് വെള്ളിയാഴ്ച മുതൽ റീഓപ്പൺ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം ഇന്നലെ US പ്രസിഡന്റ് നടത്തുകയും ചെയ്തു. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ സമാധാന നടപടിയിലുള്ള ഒപ്പുവെക്കലിന് ശേഷമായിരിക്കാം ഹോർമോസിന്റെ റീഓപ്പണിംഗ് സാധ്യമാവുകയും ചെയ്യുക. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ലെബനോണിൽ നിന്നും പിന്മാറില്ലെന്നും ബഫർ സോണായിട്ട് ലെബനോണിനെ നിലനിർത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുമുള്ളത്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും സ്പോട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ മെയ് 26 സിംഹായ് ലെവലായ 24,100 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് മെയ് മാസം 7 സിംഹായ് ആയ 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. ആയതിനാൽ തന്നെ 24,500 എന്ന ലെവൽ ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചതിന് ശേഷം മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് മുന്നോട്ട് ശക്തമായ ഒരു കുതിപ്പ് സാധ്യമാവുകയുമുള്ളൂ. അതേസമയം 23,750, 23,650 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. എങ്കിലും 23,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആയതിനാൽ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും സ്പോട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും മെയ് മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയുടെ റിലീസ് നടന്നിരുന്നു. മെയ് മാസം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടും അതേസമയം തന്നെ ഇമ്പോർട്ട്സും വർദ്ധിക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിക്കുക. തൽഫലമായി ഏപ്രിലെ 28.38 ബില്യൺ US നിന്നും മെയ് മാസമായപ്പോൾ നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 28.21 ബില്യൺ US ആയിട്ടാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. എന്നാൽ വൈകുന്നേരം 4 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുമുള്ള മെയ് മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റില് ഏപ്രിലെ 5.2% നിന്നും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 5% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രാവിലെ 7:30 ജപ്പാനിൽ നിന്നും മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. പിന്നീട് രാവിലെ 8:30 ജപ്പാനിൽ നിന്നും ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. രാവിലെ ഇന്ത്യൻ സമയം 10:30 ഓസ്ട്രേലിയയിൽ നിന്നും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനുണ്ട്. ഉച്ചതിരിഞ്ഞ് 2:30 ജർമ്മനിയിൽ നിന്നും ജൂൺ മാസത്തെ ZEW ഇക്കണോമിക് സെന്റിമെന്റ്സ് ഇൻഡെക്സിന്റെയും റിലീസ് നടക്കാനുണ്ട്. ഈ ഇവന്റുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന മെയ് മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സിന്റെയും ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റകളുടെയും റിസൾട്ട് തന്നെയാണ്. US ഇറാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രതീക്ഷകൾ ശക്തമായതിന്റെ ഫലമായിട്ട് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് കുറഞ്ഞതിനാല് അത് എണ്ണയുടെ വിലയിൽ ഉണ്ടാക്കിയ ഇടിവിന്റെയും ഫലമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ ഈ കലണ്ടർ മാസം ഇന്നലെ ആദ്യമായിട്ട് നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും, അതായത് 200.05 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആദ്യ ബൈങ് ഇന്നലെ നടത്തുകയും ചെയ്തു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,129.26 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 1.25%, ഡോക്ടർ റെഡ്ഡീസിന് 0.5%, HDFC ബാങ്ക് ADRന് 2.5%, ICICI ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയും, വിപ്രോ ADRന് 4.5%-ലേറെയും നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഇൻഫോസിസ് ADRന് 1.25%-അടുത്ത് ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു.
ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500-ന് 1.25% നേട്ടത്തോടുകൂടി അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ നാസ്ഡാക്കിന് 3%-ലേറെയും നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.39% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.4%-ന്റെയും ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം കൊറിയൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ എണ്ണയുടെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.57%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.7%-ന്റെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ $1 ഉയർച്ചയോടുകൂടി $83.63 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $0.54 ഉയർച്ചയോടുകൂടി $81.32 ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് തന്നെ $4,321.70 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം നേരിടേണ്ടി വന്ന പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്ന് 1.7 എന്ന നിലയിലുള്ള അൾട്രാ ബുള്ളിഷ് ആയിട്ട് നിലനിന്നിരുന്ന PCR ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 0.96 എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ മാക്സ് പെയിൻ 23,800 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഇന്നലെയും തുടർന്ന നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ അപ് ട്രെൻഡ് നിലനിർത്തുവാനായപ്പോൾ മെയ് മാസം 25-ാം തീയതിക്ക് ശേഷം ഇതാദ്യമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA മുകളിലായിട്ടും ക്ലോസിംഗ് ഇന്നലെ രേഖപ്പെടുത്തുവാനും സാധിച്ചു. RSIയും 56.33 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. എങ്കിലും പുട്ട് സൈഡിലേക്ക് 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2027 സാമ്പത്തിക വർഷത്തിൽ ധനസമാഹരണം പരിഗണിക്കുന്നതിനായിട്ട് ജൂൺ 18-ന് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. M&M ഫിനാൻഷ്യൽ സർവീസസ് സ്വകാര്യ പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ 1,000 കോടി രൂപ വരെയുള്ള നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഓഫർ ചെയ്യുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജൂൺ 16-17 തീയതികളിൽ, അതായത് ഇന്നും നാളെയുമായിട്ട് ഓഫർ ഫോർ സെയിൽ വഴി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ 5% വരെ ഓഹരികൾ ഇന്ത്യ ഗവൺമെന്റ് വിറ്റഴിക്കും. 352 രൂപ per ഷെയർ എന്ന ഫ്ലോ പ്രൈസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നതും. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ 2,000 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിക്കുമെന്ന് ഇന്നലെ ജൂൺ 15-ാം തീയതി കമ്പനി പ്രഖ്യാപിച്ചു. 8,966 രൂപ 13 പൈസ per ഷെയർ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസും സെറ്റ് ചെയ്തിരിക്കുന്നത്. അദാനി എന്റർപ്രൈസസ് ഇന്ത്യയിൽ ഒരു AI ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണ പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതിനായിട്ട് ഒരു തന്ത്രപരമായ സഖ്യം രൂപീകരിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശം അദാനി ഗ്രൂപ്പും ജാബിൽ ഇൻകോർപ്പറേഷനും പ്രഖ്യാപിച്ചു. യെസ് ബാങ്ക് ക്രെഡിറ്റ് ലഭ്യത വിപുലീകരിക്കുന്നതിനും ഡിജിറ്റൽ വായ്പകൾ വർദ്ധിപ്പിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് കടം നിക്ഷേപ അവസരങ്ങൾ നൽകുന്നതിനുമായി യെസ് ബാങ്കും നോർത്തേൺ ആർക്ക് ക്യാപിറ്റലും ഒരു പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. ധനലക്ഷ്മി ബാങ്ക് 3 വർഷത്തേക്ക് ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് ശ്രീ കൃഷ്ണകുമാർ കെയെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. ദേവയാനി ഇന്റർനാഷണലും സഫയർ ഫുഡ്സും തമ്മിലുള്ള നിർദ്ദിഷ്ട ക്രമീകരണ പദ്ധതിക്ക് NSEയും BSEയും നിന്ന് നോ ഒബ്ജക്ഷൻ ഒബ്സർവേഷൻ ലെറ്റർ ദേവയാനി ഇന്റർനാഷണൽ ലഭിച്ചു. GMR എയർപോർട്ട്സ് മെയ് മാസത്തെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ പാസഞ്ചർ ട്രാഫിക്കിൽ 6.1% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് പാസഞ്ചർ ട്രാഫിക്കിൽ 7.9%, ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക്കിൽ
0.4%, എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റ്സിൽ 2.3% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.